ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമലാ. എന്നാൽ വിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്ത സൽക്കർമ്മികളുടെ പ്രതിഫലം നാം ഒരിക്കലും പാഴാക്കുന്നില്ല. ഉലൈക ലഹും ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس واستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا. അവർക്കായി നിത്യാനന്ദമുള്ള ആരാമങ്ങളുണ്ട്. അവയ്ക്കു കീഴെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവിടെ അവർ സ്വർണവളകൾ അണിയിക്കപ്പെടും. തടിച്ചതും നേർത്തതുമായ പച്ചപ്പട്ടുകൾ അണിയിക്കപ്പെടുകയും ഉയർന്ന മഞ്ചങ്ങളിൽ ചാരിയിരിക്കുകയും ചെയ്യും. എത്ര ഉത്കൃഷ്ടമായ പ്രതിഫലം! എന്തുമാത്രം ഉന്നതമായ അന്തിമ സങ്കേതം! പുരാതന കാലത്ത് രാജാക്കന്മാർ സ്വർണവളകൾ അണിഞ്ഞിരുന്നു. സ്വർഗവാസികളുടെ വേഷഭൂഷകളിൽ ഇതെടുത്തു പറഞ്ഞതിന്റെ ഉദ്ദേശ്യം അവിടെ അവരെ രാജകീയ വസ്ത്രാലങ്കാരങ്ങൾ അണിയിക്കുമെന്നറിയിക്കുകയാണ്. അവിശ്വാസിയും അധർമ്മചാരിയുമായ ഒരു രാജാവ് അവിടെ നീചനും നിന്ദ്യനുമായിരിക്കും. അതേസമയത്ത് സത്യവിശ്വാസിയും സദ്വൃത്തനുമായ ഒരു തൊഴിലാളി അവിടെ രാജകീയ പദവി അലങ്കരിച്ചിരിക്കും. ഇവിടെ അറായിക്ക എന്ന പദം അരീക്കത്തിന്റെ ബഹുവചനമാണ്. മേലാപ്പോടുകൂടിയ അലങ്കൃത കട്ടിലിനാണ് അറബി ഭാഷയിൽ അരീക്കത്ത് എന്ന് പറയുക. സ്വർഗസ്ഥർ രാജസിംഹാസനത്തിൽ ഉപവിഷ്ടരായിരിക്കുമെന്ന് ധരിപ്പിക്കുകയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. واضرب لهم مثل الرجلين جعلنا لأحدهما جنتين من أعناب وحففناهما بنخل وجعلنا بينهما زرعا. പ്രവാചകരെ, അവർക്ക് ഒരു ഉദാഹരണം പറഞ്ഞുകൊടുക്കുക. രണ്ടു വ്യക്തികൾ, അവരിലൊരുവന് നാം 2 മുന്തിരിത്തോപ്പുകൾ നൽകി. ചുറ്റും ഈന്തപ്പഴമരങ്ങൾ വളർത്തി അവയെ പൊതിഞ്ഞു. അവയ്ക്കിടയിലായി കൃഷിയിടവുമുണ്ടാക്കി. ഈ ഉദാഹരണത്തിന്റെ സന്ദർഭപരമായ ഔചിത്യം മനസ്സിലാക്കേണ്ടതിന് ഒരു കാര്യം അത്യാവശ്യമാണ്. അതായത്, ദരിദ്രരായ മുസ്ലിങ്ങളോടൊപ്പം വന്നിരിക്കാൻ തങ്ങൾക്ക് സാധ്യമല്ല. അവരെ മാറ്റി നിർത്തിയാൽ നബിക്ക് പറയാനുള്ളത് തങ്ങൾ വന്ന് കേട്ടുകൊള്ളാം എന്നിങ്ങനെ അഹങ്കാരികളായ മക്കാ നേതാക്കൾ പറഞ്ഞതിന് മറുപടി നൽകിക്കൊണ്ടുള്ള മുൻഖണ്ഡികയിലെ സൂക്തം നമ്മുടെ മുമ്പിൽ വേണം. സൂറ അൽ-ഖലം സൂക്തം 17 മുതൽ 33 വരെ വിവരിച്ചിട്ടുള്ള ഉദാഹരണവും ഇവിടെ ശ്രദ്ധേയമാണ്. കൂടാതെ മറിയം 73-74, അൽ-മുഅ്മിനൂൻ 55 മുതൽ 61 വരെ, അസ്സബ 34 മുതൽ 36 വരെ, ഹാമീം അസ്സജദ 49-50 എന്നീ സൂക്തങ്ങളും ശ്രദ്ധിക്കുക. കിൽതൽ ജന്നതൈനി ആതത് ഉകുലഹാ വലം തസ്ലിം മിൻഹു ശൈആ വഫജ്ജർനാ ഖിലാലഹുമാ നഹറാ. 2 തോട്ടങ്ങളും നല്ല വിളവുൽപാദിപ്പിച്ചു. അതിൽ ഒരു കുറവും വരുത്തിയില്ല. ആ തോട്ടങ്ങൾക്കുള്ളിലൂടെ നാം ഒരു നദിയും ഒഴുക്കിയിട്ടുണ്ടായിരുന്നു. وكان له ثمر فقال لصاحبه وهو يحاوره أنا أكثر منك مالا وأعز نفرا. അയാൾക്ക് നല്ല ആദായം ലഭിച്ചു. ഇതെല്ലാം കണ്ടിട്ട് ഒരു നാൾ അവൻ സ്നേഹിതനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ പറഞ്ഞു, ഞാൻ നിന്നേക്കാൾ സമ്പന്നനും ആൾബലമുള്ളവനുമാകുന്നു. ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا. അങ്ങനെ തന്നോട് തന്നെ അതിക്രമം ചെയ്യുന്നവനായിക്കൊണ്ട് അവൻ തോട്ടത്തിൽ പ്രവേശിച്ചു. അവൻ പറഞ്ഞു, ഈ സമ്പത്ത് എന്നെങ്കിലും നശിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല.
തന്റെ സ്വർഗമായി താൻ കരുതുന്ന തോട്ടം എന്ന് സാരം. ഇഹലോകത്ത് കുറച്ചൊരു സ്ഥിതിയും പദവിയും ലഭിച്ചിരിക്കുന്ന ഹ്രസ്വമനസ്കരായ ആളുകൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്നു തങ്ങൾക്ക് ഈ ലോകത്ത് തന്നെ സ്വർഗം കിട്ടിയെന്ന്. പിന്നെ മറ്റൊരു സ്വർഗത്തെപ്പറ്റി ചിന്തിക്കുന്നതെന്തിന്? وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. അന്ത്യനാൾ എന്നൊന്ന് ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അഥവാ എന്റെ റബ്ബിലേക്ക് മടക്കപ്പെട്ടാൽ തന്നെ അവിടെ ഇതിലേറെ വിശിഷ്ടമായ സങ്കേതം എനിക്ക് ലഭിക്കും. മറ്റൊരു ജീവിതം ഉണ്ടെന്ന് വന്നാൽ തന്നെ അവിടെ ഞാൻ കൂടുതൽ സുഖസ്ഥിതിയിലായിരിക്കുമെന്ന് സാരം. കാരണം താൻ ദൈവം തമ്പുരാന് പ്രിയങ്കരനായിരിക്കുന്നതുകൊണ്ടാണല്ലോ ഇവിടെ തനിക്ക് സുഖസമൃദ്ധി നൽകപ്പെട്ടിരിക്കുന്നത്. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا. സ്നേഹിതൻ അവനോട് സംവദിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ മണ്ണിൽ നിന്നും പിന്നെ ശുക്ലകണത്തിൽ നിന്നും സൃഷ്ടിക്കുകയും പൂർണ്ണ മനുഷ്യനാക്കി രൂപപ്പെടുത്തുകയും ചെയ്ത ശക്തിയെ നീ നിഷേധിക്കുന്നുവോ? ആ മനുഷ്യൻ ദൈവാസ്തിത്വത്തെ നിഷേധിച്ചിരുന്നില്ല. എന്റെ റബ്ബിലേക്ക് ഞാൻ മടക്കപ്പെട്ടാൽ എന്ന വാക്ക് ദൈവമുണ്ടെന്ന് അയാൾ സമ്മതിച്ചിരുന്നതായി വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നിട്ടും അയാളുടെ സ്നേഹിതൻ കാഫിറായവനായിട്ടാണ് അയാളെ കണക്കാക്കിയിരിക്കുന്നത്. ഇതിന് കാരണം ഇതാണ്: അള്ളാഹുവിലുള്ള അവിശ്വാസമെന്നാൽ ദൈവാസ്തിത്വത്തിന്റെ നിഷേധം മാത്രമല്ല, അഹങ്കാരം, ഗർവ്, ധിക്കാരം, പരലോക നിഷേധം എന്നിവയും അള്ളാഹുവിലുള്ള അവിശ്വാസം അഥവാ കുഫ്ർ തന്നെയാണ്. ഞാൻ മാത്രം, എന്റെ സമ്പത്തും സ്ഥാനമാനങ്ങളും മറ്റാരും നൽകിയതല്ല, എന്റെ ശക്തിയുടെയും സാമർഥ്യത്തിന്റെയും ഫലമാണ്, എന്റെ ധനം അനശ്വരമാണ്, അത് കവർന്നെടുക്കുന്നവനായി ഒരുത്തനുമില്ല, ആരുടെ മുമ്പിലും ഞാൻ ഉത്തരം പറയേണ്ടതില്ല എന്നൊക്കെ ധരിച്ചു വശായവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്നെ കേവലം ഒരു അസ്തിത്വം എന്ന നിലയ്ക്കേ വിശ്വസിക്കുന്നുള്ളൂ. തന്റെ ഉടമസ്ഥൻ, യജമാനൻ, ആരാധ്യൻ, വിധികർത്താവ് എന്നീ നിലകളിൽ വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിലുള്ള വിശ്വാസമാകട്ടെ ഈ നിലകളിലെല്ലാം ദൈവത്തെ അംഗീകരിക്കുകയാണ്, കേവലം ഒരു അസ്തിത്വമായി അംഗീകരിക്കുകയല്ല. لكنه والله ربي ولا أشرك بربي أحدا. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ അല്ലാഹു മാത്രമാകുന്നു എന്റെ റബ്ബ്. ഞാൻ ആരെയും അവന്റെ പങ്കാളിയാക്കുകയില്ല. ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا. തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ നീ എന്തുകൊണ്ട് മാഷാ അല്ലാഹ് ലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്ന മന്ത്രം ഉരുവിട്ടില്ല? നീ എന്നെ നിന്നേക്കാൾ സമ്പത്തും സന്തതിയും കുറഞ്ഞവനായി കാണുന്നുവെങ്കിൽ അള്ളാഹു ഇച്ഛിക്കുന്നതെന്തോ അതുമാത്രം നടക്കും. എനിക്കോ മറ്റുള്ളവർക്കോ ഒരു ശക്തിയും സ്വാധീനവുമില്ല. ഞങ്ങൾക്ക് വല്ലതും നടക്കുമെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും പിന്തുണയും കൊണ്ട് മാത്രമാണ്. فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا. ഓർക്കുക, നിന്റെ തോട്ടത്തേക്കാൾ ഉത്തമമായത് റബ്ബ് എനിക്കേകിക്കൂടായികയില്ല. അവൻ മാനത്തുനിന്ന് വിപത്തയക്കുക വഴി നിന്റെ തോട്ടം ശൂന്യമായ ചതുപ്പ് നിലമായി മാറിക്കൂടായികയുമില്ല. أو يصبح ماؤها غورا فلن تستطيع له طلبا. അല്ലെങ്കിൽ പിന്നീടൊരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ വയ്യാത്തവണ്ണം അതിലെ വെള്ളം വറ്റി വരണ്ടു പോയെന്നും വരാം.
وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا. ഒടുവിൽ അവന്റെ ഫലസമൃദ്ധി നശിപ്പിക്കപ്പെടുക തന്നെ ചെയ്തു. തോട്ടം അതിന്റെ പന്തലുകളോടെ നിലം പൊത്തി. അതുകണ്ട് താൻ അതിൽ ചെലവഴിച്ചതിനെ ചൊല്ലിയുള്ള ഖേദത്താൽ അവൻ കൈമലർത്തുകയായി. ഹാ കഷ്ടം! ഞാൻ റബ്ബിന് ആരെയും പങ്കാളിയാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്നവൻ വിലപിച്ചുകൊണ്ടിരുന്നു. وَلَمْ تَكُنْ لَهُ فِئَةٌ يَنْصُرُونَهُ مِنْ دُونِ اللَّهِ وَمَا كَانَ مُنْتَصِرًا. അള്ളാഹുവിനെ കൂടാതെ അവനെ സഹായിക്കാൻ ഒരു സംഘവും ഉണ്ടായില്ല. അവന് ആ വിപത്തിനെ സ്വയം നേരിടാൻ കഴിഞ്ഞതുമില്ല. هُنَالِكَ الْوَلَايَةُ لِلَّهِ الْحَقِّ هُوَ خَيْرٌ ثَوَابًا وَخَيْرٌ عُقْبًا. രക്ഷാധികാരം സാക്ഷാൽ അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് അന്നേരം ശരിക്കും വെളിവായി. അവൻ അരുളുന്ന പ്രതിഫലം മാത്രമാകുന്നു വിശിഷ്ടമായിട്ടുള്ളത്. അവനാലുള്ള പരിണതി മാത്രമാകുന്നു മഹത്തരമായിട്ടുള്ളത്. واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. പ്രവാചകരെ, ഐഹിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അവർക്ക് ഉദാഹരിച്ചു കൊടുക്കുക. ഇന്ന് നാം വിണ്ണിൽ നിന്ന് വർഷിക്കുന്ന ജലം പോലെ അതുവഴി ഭൂമി സസ്യങ്ങളാൽ പച്ചപിടിച്ചു. നാളെ ഇതേ സസ്യങ്ങൾ കാറ്റിൽ പാറിപ്പോകുന്ന വരണ്ട ധൂളികളായിത്തീരുന്നു. അള്ളാഹു സകല സംഗതികൾക്കും കഴിവുള്ളവനല്ലോ. അള്ളാഹു ജീവിതവും മരണവും നൽകുന്നു, ഉയർച്ചയും തകർച്ചയും നൽകുന്നു. വസന്തം വരുത്തുന്നതും വരൾച്ച വരുത്തുന്നതും അവന്റെ നിയമമനുസരിച്ചാണ്. ഇന്ന് നിങ്ങൾക്ക് സുഖവും സമൃദ്ധിയും കൈവന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥിതി ശാശ്വതമാണെന്ന് അഹങ്കരിക്കാതിരിക്കുക. ഏതൊരു ദൈവിക നിയമപ്രകാരം ഇതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നുവോ അതേ നിയമപ്രകാരം എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടാവുന്നതുമാണ്. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. ഈ സമ്പത്തും സന്താനങ്ങളുമൊക്കെ ഐഹിക ജീവിതത്തിന്റെ ക്ഷണിക സൗന്ദര്യമാകുന്നു. വാസ്തവത്തിൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാകുന്നു നിന്റെ നാഥന്റെ ദൃഷ്ടിയിൽ അനന്തരഫലത്താൽ ഉത്കൃഷ്ടമായിട്ടുള്ളത്. ശുഭപ്രതീക്ഷയർപ്പിക്കാൻ അർഹമായതും അതുതന്നെ. وَيَوْمَ نُسَيِّرُ الْجِبَالَ وَتَرَى الْأَرْضَ بَارِزَةً وَحَشَرْنَاهُمْ فَلَمْ نُغَادِرْ مِنْهُمْ أَحَدًا. നാം പർവ്വതങ്ങളെ ഇളക്കിവിടുന്ന ആ നാളിനെക്കുറിച്ച് വിചാരമുണ്ടായിരിക്കണം. അന്ന് ഭൂമി തെളിഞ്ഞ് തരിശായതായി നിനക്കു കാണാം. മർത്യരെ ആ സകലം നാം ഒരുമിച്ചുകൂട്ടും. മുൻഗാമികളിൽ നിന്നും പിൻഗാമികളിൽ നിന്നും ഒരുവനെയും ഒഴിവാക്കുകയില്ല. പർവ്വതങ്ങളെ ഇളക്കിവിടുക എന്നാൽ ഭൂമിയുടെ കെട്ടുറപ്പ് അയഞ്ഞു പോവുകയും പർവ്വതങ്ങൾ മേഘങ്ങളെപ്പോലെ സഞ്ചരിച്ചു തുടങ്ങുകയും ചെയ്യും എന്നർത്ഥം. ഈ സ്ഥിതിവിശേഷം ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ വിവരിക്കപ്പെട്ടിരിക്കുന്നു: പർവ്വതങ്ങൾ കാണുമ്പോൾ അവ നിശ്ചലങ്ങളായി ഉറച്ചു നിൽക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നു, എന്നാൽ അവ മേഘം ചലിക്കുന്നതുപോലെ ചലിക്കും. അന്നംല് 88. ഭൂമിയെ വെളിമ്പുറമായി കാണാം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ വിവക്ഷ ഇതാണ്: ഭൂമിയിൽ സസ്യലതാദികളോ കെട്ടിടങ്ങളോ ഒന്നും അവശേഷിക്കില്ല, വെറുമൊരു പാഴ്നിലമായി മാറിപ്പോകും. ഇതേ കാര്യം ഈ സൂറയുടെ ആരംഭത്തിൽ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു: വാസ്തവത്തിൽ ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം നാം അതിന് അലങ്കാരമായി പടച്ചതാകുന്നു, ജനങ്ങളിൽ ശ്രേഷ്ഠമായി കർമ്മം ചെയ്യുന്നവരാരെന്ന് പരീക്ഷിക്കാൻ വേണ്ടി.
അവസാനം ഇതൊക്കെയും നാം തരിശായ സമതലമാക്കി മാറ്റുന്നതുമാകുന്നു. ആദം മുതൽ അന്ത്യനാളിന്റെ അവസാന സമയം വരെ ജനിച്ച എല്ലാ മനുഷ്യരും ആ ഘട്ടത്തിൽ വീണ്ടും സൃഷ്ടിക്കപ്പെടും. മാതാവിന്റെ വയറ്റിൽ നിന്ന് പുറത്തുവന്ന് ഒരിക്കൽ മാത്രം ശ്വാസം കഴിച്ച കുട്ടിയാണെങ്കിലും ശരി, എല്ലാവരെയും ഒരേ സമയത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. وَعُرِضُوا عَلَى رَبِّكَ صَفًّا لَقَدْ جِئْتُمُونَا كَمَا خَلَقْنَاكُمْ أَوَّلَ مَرَّةٍ بَلْ زَعَمْتُمْ أَن لَّن نَّجْعَلَ لَكُم مَّوْعِدًا. അവരൊക്കെയും നിന്റെ നാഥന്റെ സന്നിധിയിൽ അണിയണിയായി ഹാജരാക്കപ്പെടും. ആദ്യവട്ടം നിങ്ങളെ നാം എപ്രകാരം സൃഷ്ടിച്ചുവോ അപ്രകാരം തന്നെ നിങ്ങളിതാ നമ്മുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു. നാം നിങ്ങൾക്കു വേണ്ടി ഒരു വാഗ്ദത്ത സമയം നിശ്ചയിച്ചിട്ടേയില്ല എന്നായിരുന്നു നിങ്ങളുടെ വിചാരം. അപ്പോൾ പരലോക നിഷേധികളോട് പറയും, ഇതാ നോക്കൂ, ദൈവദൂതന്മാർ നൽകിയ വൃത്താന്തം സത്യമായി പുലർന്നത് കണ്ടില്ലേ? അള്ളാഹു നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചതുപോലെ രണ്ടാമതും സൃഷ്ടിക്കുമെന്ന് അവർ അറിയിച്ചിരുന്നുവല്ലോ. പക്ഷേ നിങ്ങളത് സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല. ഇപ്പോൾ നിങ്ങളിതാ വീണ്ടും ജീവിച്ചിരിക്കുന്നുവല്ലോ. وَوُضِعَ الْكِتَابُ فَتَرَى الْمُجْرِمِينَ مُشْفِقِينَ مِمَّا فِيهِ وَيَقُولُونَ يَا وَيْلَتَنَا مَا لِهَذَا الْكِتَابِ لَا يُغَادِرُ صَغِيرَةً وَلَا كَبِيرَةً إِلَّا أَحْصَاهَا وَوَجَدُوا مَا عَمِلُوا حَاضِرًا وَلَا يَظْلِمُ رَبُّكَ أَحَدًا. അങ്ങനെ കർമ്മപുസ്തകങ്ങൾ മുമ്പിൽ വയ്ക്കപ്പെടും. അപ്പോൾ പാപികൾ സ്വന്തം കർമ്മപുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ പരിഭ്രാന്തരാകുന്നത് നിനക്കു കാണാം. അവർ കേണുകൊണ്ടിരിക്കും, ഹാ ഞങ്ങളുടെ ദൗർഭാഗ്യം, എന്തൊരു പുസ്തകമാണിത്! ഞങ്ങളുടെ ചെറുതും വലുതുമായ ഒരു ചലനവും അതുൾക്കൊള്ളാതെ വിട്ടിട്ടില്ലല്ലോ. അവർ പ്രവർത്തിച്ചതൊക്കെയും മുമ്പിൽ ഹാജരായതായി കാണുന്നു. നിന്റെ റബ്ബ് ആരോടും അല്പവും അന്യായം ചെയ്യുന്നവനല്ല. ഒരാൾ ചെയ്യാത്ത കുറ്റം അയാളുടെ ജീവിത റെക്കോർഡിൽ ഒരിക്കലും രേഖപ്പെടുത്തുകയില്ല. അതുപോലെ തന്നെ ഒരാൾക്ക് തന്റെ കുറ്റത്തിൽ കവിഞ്ഞ ശിക്ഷ നൽകുകയോ നിരപരാധിയെ പിടിച്ച് ശിക്ഷിക്കുകയോ ഇല്ല. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ كَانَ مِنَ الْجِنِّ فَفَسَقَ عَنْ أَمْرِ رَبِّهِ أَفَتَتَّخِذُونَهُ وَذُرِّيَّتَهُ أَوْلِيَاءَ مِن دُونِي وَهُمْ لَكُمْ عَدُوٌّ بِئْسَ لِلظَّالِمِينَ بَدَلًا. ആദമിന് പ്രണാമം ചെയ്യുവിൻ എന്ന് നാം മലക്കുകളോട് ആജ്ഞാപിച്ചതോർക്കുക. അപ്പോൾ അവർ പ്രണമിച്ചു. പക്ഷേ ഇബ്ലീസ് പ്രണമിച്ചില്ല. അവൻ ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു. അവൻ റബ്ബിന്റെ ആജ്ഞ ധിക്കരിച്ചു കളഞ്ഞു. എന്നെ വെടിഞ്ഞ് അവനെയും അവന്റെ സന്തതികളെയുമാണോ രക്ഷാധികാരികളായി വരിക്കുന്നത്? അവർ നിങ്ങളുടെ വൈരികളായിരിക്കെ. ധിക്കാരികളായ ജനം പകരം തെരഞ്ഞെടുത്തത് അത്യന്തം ദുഷിച്ചതു തന്നെ. വഴിപിഴച്ചുപോയ മനുഷ്യരെ അവരുടെ വിഡ്ഢിത്തത്തെപ്പറ്റി ബോധവാന്മാരാക്കുകയാണ് ഈ വാക്യശൃംഖലയിൽ ആദം ഇബ്ലീസ് സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടിയതിന്റെ ഉദ്ദേശ്യം. സൃഷ്ടിയുടെ ആരംഭം തൊട്ട് മനുഷ്യനോട് അസൂയ പുലർത്തിപ്പോന്ന അവന്റെ ആജന്മ ശത്രുവാണ് പിശാച്. എന്നിട്ടും മനുഷ്യൻ കാരുണ്യവാനായ സൃഷ്ടികർത്താവിനെയും തന്റെ അഭ്യുദയകാംക്ഷികളായ പ്രവാചകന്മാരെയും വിട്ട് ആ പിശാചിന്റെ കുരുക്കിൽ പെട്ടുപോകുന്നു. ഇബ്ലീസ് മലക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല, ജിന്നുവർഗത്തിലായിരുന്നു. അതുകൊണ്ടാണ് ധിക്കാരം അവന് സാധ്യമായത്. മലക്കുകൾ പ്രകൃത്യ അനുസരണശീലരാണെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയെ അവർ അശേഷം ധിക്കരിക്കുന്നതല്ല. തങ്ങൾ കൽപ്പിക്കപ്പെടുന്നതെന്തും അവർ പ്രവർത്തിക്കുന്നു. അത്തഹ്രീം 6. അവർ ഒരിക്കലും ധിക്കാരം പ്രവർത്തിക്കുന്നില്ല. അവരൊക്കെയും അത്യുന്നതനായ റബ്ബിനെ ഭയപ്പെടുകയും അവനാൽ നൽകപ്പെടുന്ന ശാസനകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അന്നഹൽ 50. ഇതിന് വിപരീതമായി ജിന്നുവർഗം മനുഷ്യരെ പോലെ അധികാരമുള്ള ഒരു സൃഷ്ടിയാണ്. ജന്മന അനുസരണശീലരായി അവരെ സൃഷ്ടിച്ചിട്ടില്ല.
വിശ്വസിക്കാനും അവിശ്വസിക്കാനും ധിക്കരിക്കാനും അനുസരിക്കാനുമുള്ള കഴിവ് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇബ്ലീസ് ജിന്നിൽപ്പെട്ടവനായിരുന്നുവെന്നും തന്നിമിത്തം ഇച്ഛാപൂർവം അധർമ്മമാർഗം തെരഞ്ഞെടുത്തുവെന്നും പറഞ്ഞെടുത്ത് ഈ വസ്തുതയാണ് തുറന്നു കാട്ടിയിരിക്കുന്നത്. ഇബ്ലീസ് മലക്കായിരുന്നു, മലക്കൂത്തിന്റെ മഹാഗുരുവര്യനായിരുന്നു എന്നൊക്കെ ജനങ്ങളിൽ പ്രചരിച്ച പല തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാനും ഈ വിശദീകരണം സഹായകമാകുന്നുണ്ട്. എന്നാൽ ഒരു ചോദ്യം അവശേഷിക്കുന്നു. ഇബ്ലീസ് മലക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല എന്ന് കരുതുക. എങ്കിൽ ആദമിനെ നമിക്കുവിൻ എന്ന് മലക്കുകളോട് നാം പറഞ്ഞു. അവരെല്ലാം നമിച്ചു, ഇബ്ലീസ് ഒഴികെ എന്ന ഖുർആനിക ശൈലി ശരിയാകുന്നതെങ്ങനെ? മറുപടി ഇതാണ്: മനുഷ്യന് തലകുനിക്കാൻ മലക്കുകളോട് കൽപ്പിച്ചുവല്ലോ. അതിനർത്ഥം ഭൂലോകത്തിന്റെ കാര്യനിർവഹണത്തിൽ മലക്കുകളുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഭൂമിയിലെ സമസ്ത സൃഷ്ടികളും മനുഷ്യന് മുമ്പിൽ തലകുനിച്ച് വിധേയത്വം പ്രകടിപ്പിക്കണമെന്നാണ്. മലക്കുകളോടൊപ്പം അവരെല്ലാം തലകുനിക്കുകയും ചെയ്തു. എന്നാൽ ഇബ്ലീസ് അവരോട് സഹകരിക്കാൻ വിസമ്മതിക്കുകയാണുണ്ടായത്.